Hello friends, നിങ്ങൾക്കെല്ലാവർക്കും പാരഡൈസ് ഹെൽത്ത് ആൻഡ് ഗാർഡനിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റുകളായിട്ട് അറിയിക്കുക. അപ്പോൾ നമ്മൾ മലയാളികൾക്കെല്ലാം പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് പായസം. പലതരം പായസങ്ങൾ നമ്മൾ വെക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് സാഗോ കൊണ്ടുള്ളൊരു പായസമാണ്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നെയ്യ് വേണം, പിന്നെ സാഗോ. ഇത് ഞാൻ 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചേക്കുന്നതാണ്. ഏകദേശം 1/2 കപ്പ് സാഗോ എടുത്തിട്ടുണ്ട്. പിന്നെ പാല്, പിന്നെ കശുവണ്ടി കുറച്ചെടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ സ്റ്റവ് ഓണാക്കിയിട്ട് പാൻ അടുപ്പിലേക്ക് എടുത്ത് വെക്കുക. അപ്പോൾ പാൻ ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴത്തേനും നമ്മൾ അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ ഇത് ചൂടായി കഴിയുമ്പോഴത്തേനും നമ്മൾ ഉണക്കമുന്തിരി ഇട്ട് നമ്മൾ ആദ്യം മുരിച്ചെടുക്കണം. ഉണക്കമുന്തിരി ഏകദേശം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതെടുത്ത് മാറ്റാം. അടുത്തതായിട്ട് നമ്മൾ കശുവണ്ടി ഇട്ട് മുരിച്ചെടുക്കുക നെയ്യിലിട്ട്. ഇത് ഏകദേശം ബ്രൗൺ കളറ് ആയി കഴിയുമ്പോഴത്തേനും നമുക്ക് എടുക്കണം. ഇതിപ്പോൾ ഏകദേശം ബ്രൗൺ കളറായിട്ടുണ്ട്, ഒത്തിരി കരിഞ്ഞു വേണ്ട. ബ്രൗൺ കളറായി കഴിയുമ്പം പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. അപ്പോൾ ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ ആദ്യമേ തന്നെ അടി കട്ടിയുള്ളൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പം പാത്രം ഒന്ന് ചെറുതായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഞാനിവിടെ ഈ സാഗോ എടുത്തിട്ട് 1/2 കപ്പ് സാഗോയാണ് എടുത്തേക്കണത്. അത് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞു. അപ്പം അതിനി ഞാൻ ഇതിനകത്തേക്ക് ഈ പാത്രത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അതിനുശേഷം നമ്മൾ 2 കപ്പോളം വെള്ളം എടുത്ത് അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ഈ സാഗോ നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ കുറച്ച് നേരം അതിരുന്ന് വേവണം. ഈ വെള്ളം തിളയ്ക്കാൻ വേണ്ടി ഞാനൊന്ന് മൂടി വെച്ച് വേവിക്കാൻ പോവുകയാണ്. ഇനി ഞാനൊന്ന് തുറന്ന് നോക്കാൻ പോവുകയാണ്. അപ്പം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. അത് ക്ലിയറായിട്ട് വന്നിട്ടില്ല, നല്ല ഗ്ലാസ് പോലെ ആവും. അപ്പോഴാണ് അതിൻ്റെ പാകം. അപ്പോൾ അതുവരെ നമ്മൾ ഒന്നും കൂടി നന്നായിട്ട് ചൂടാക്കിക്കൊണ്ടിരിക്കുക. അപ്പം ഞാനിത് അടപ്പ് പൊക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. നോക്കിയത് ട്രാൻസ്പാരൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, ഏകദേശം കണ്ണാടി പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ പാകം ആകുമ്പോഴത്തേനും നമുക്ക് പാല് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാല് ഞാനിവിടെ 2.5 കപ്പ് പാലാണ് എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ 2.5 കപ്പ് പാല് ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. ഇനി നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഇത് ഈ പാലിൽ കിടന്ന് നന്നായിട്ട് മിക്സ് ആവണം. ഇപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇത് കുറച്ചും കൂടി ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ വറ്റിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതിപ്പം ഈ നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആയത് കാരണം അടിയിൽ അങ്ങനെ പിടിക്കുന്നില്ല. പക്ഷെ ഇപ്പം സാധാരണ അലുമിനിയത്തിൻ്റെയൊക്കെ നമ്മൾ പാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഇനി അടുത്തായിട്ട് നമ്മൾ ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുവാണ്. ഞാനിപ്പം 3/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പഞ്ചസാര ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പം കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യുമ്പോഴത്തേനും പഞ്ചസാരയുടെ അളവ് വേണമെങ്കിൽ കുറയ്ക്കാം. ഇനി ഇതിലേക്ക് അല്പം ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുക, നല്ല മണവും അതുപോലെ നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടി. ഇപ്പം നമ്മുടെ പാലെല്ലാം നന്നായിട്ട് തിളച്ച് നല്ല കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കിടന്ന് നന്നായിട്ട് വറ്റി കുറുകിയിട്ടുണ്ട്. അപ്പോഴത്തേനും ഇനിയിപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ലാസ്റ്റായിട്ട് ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി ലാസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നെയ്യിൽ വറുത്ത് വെച്ചേക്കുന്ന ഉണക്കമുന്തിരിയും അതുപോലെ തന്നെ കശുവണ്ടി ഞാൻ അതിനകത്തേക്ക് ഇടുവാണ്. പിന്നെ ലാസ്റ്റ് ഞാൻ കുറച്ച് നെയ്യും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പായസം ഇനി നമുക്ക് കഴിക്കാൻ റെഡിയായി. നമുക്കിനി ഒരു സെർവിങ് ഡിഷിലേക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ സാഗോ പായസം ഞാനൊരു ഗ്ലാസ്സിലേക്ക് പകർത്തിയിട്ടുണ്ട്. ഇനി ഞാനിത് കുടിച്ചു നോക്കട്ടെ എങ്ങനെയാണെന്ന്. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്, അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. അതുപോലെ മധുരവും നല്ല അത്യാവശ്യം മധുരമുണ്ട്. ഇനിയിപ്പോൾ കൂടുതൽ മധുരം വേണ്ടവർക്ക് മാത്രം ചേർത്താൽ മതി. കുറുകി വന്നപ്പോൾ നല്ല കറക്റ്റ് മധുരമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ സേമിയ പായസവും പരിപ്പ് പായസവും ഒക്കെയാണല്ലോ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ സാഗോ പായസം ഒരു വെറൈറ്റി ആയിട്ടുള്ള പായസമാണ്, നല്ല സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ.